പാലക്കാട് കല്ലടിക്കോട് മുന്നേക്കറിൽ മുങ്ങി മരിച്ച 3 കുട്ടികളുടെയും സംസ്കാരം ഇന്ന്. പ്രദേശത്തെ ചിറയിൽ കളിക്കുന്നതിനിടെ കുട്ടികൾ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കർ ആദിവാസി ഊരിലെ 3 കുട്ടികൾ ഇന്നലെയാണ് മുങ്ങി മരിച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ വീട്ടിലാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഈ 3 കുട്ടികളെയും വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. ഇവർ കളിക്കാനായി പോയതാണ് എന്നുള്ളതായിരുന്നു ഈ വീട്ടുകാരുടെ നിഗമനം. പിന്നീട് 5 മണിയായിട്ടും ഈ കുട്ടികളെ കാണാതെ വന്നതോടുകൂടിയാണ് ഈ തിരച്ചിൽ ആരംഭിക്കുന്നത്. സമീപത്തെ വീട്ടിലുമൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്തിയില്ല. ഏറ്റവും ഒടുവിൽ ഈ വനത്തിനോട് ചേർന്നുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ചിറയിൽ ഈ ചിറയ്ക്ക് സമീപം ഈ കുട്ടികളുടെ വസ്ത്രം കണ്ടെത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ ചിറയിൽ മുങ്ങി പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഈ 3 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. 7 വയസ്സുകാരൻ പ്രദീപ്, 4 വയസ്സുകാരൻ പ്രജീഷ്, ബന്ധുവായ 10 വയസ്സുകാരി രാധിക എന്നിവരെയാണ് ഈ വീടിന് സമീപത്തെ ചിറയിൽ മുങ്ങി മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇവരുടെ മൃതദേഹമുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. ആ 3 കുട്ടികളുടെ ജീവൻ കവർന്ന ചിറയാണിത്. ഈ ചിറയിലാണ് കുട്ടികൾ മുങ്ങി മരിച്ചത്. ആദ്യം വലിയ രീതിയിലുള്ള ചിറയായിരുന്നു, പിന്നീട് ഉപയോഗശൂന്യമായി. അതിനുശേഷം കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് ഈ ചിറ ഒന്ന് വൃത്തിയാക്കി ഈ രീതിയിലേക്ക് മാറ്റിയത്. കുട്ടികൾ പതിവായി ഇവിടെ എത്തി കളിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളും ബന്ധുക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികളുടെ ബന്ധുക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പൊ ഇന്നലെ സംഭവിച്ചത്? അതന്നെ, ഞങ്ങള് 6 മണിക്ക് വെട്ടാൻ പോകും. പിന്നെ അവിടുന്ന് കുറച്ച് പണി കിട്ടും. അങ്ങനെ ഇന്നലെ 5:30ക്കാണ് ഞങ്ങൾ അറിയണത്, വിളിച്ചു പറയുമ്പോ. അങ്ങനെ പിന്നെ എന്താന്ന് അറിയില്ല. ഇന്നലെ ഇവിടെ തിരച്ചിലൊക്കെ നടത്തിയ ഒരാൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നലെയാണ് പിന്നെ വൈകുന്നേരത്തോടു കൂടിയാണ് കണ്ടെത്തുന്നത്. എങ്ങനെയായിരുന്നു? മണിക്ക് ശേഷമൊക്കെയാണ് കുട്ടികളെ ഇതൊന്നും കാണുന്നത്. ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ കാണാറായിട്ടുണ്ട്. കുട്ടികളെ തന്നെ അവർ ഉച്ച മുതൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നോടൊക്കെ ചോദിച്ചായിരുന്നു, അന്വേഷിച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കണ്ടിട്ടില്ല. ഒരു 5 മണിക്ക് ശേഷമാണ് കാണുന്നത്. എങ്ങനെ ഇവിടെ സംശയം തോന്നാൻ കാരണം എന്താ? അത് കുട്ടികളുടെ ചെരുപ്പ് എന്തും ഉണ്ടായിരുന്നു. അങ്ങനെ കിണപ്പൊരു ഇതിൽ വന്നതാണ്. പിന്നെ സൈക്കിൾ ഇതിവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കി പെട്ടെന്ന് നോക്കിയാൽ 2 കുട്ടികളെ, ആൺകുട്ടികളെ ഫസ്റ്റ് കിട്ടി. പിന്നെ ഒരു പെൺകുട്ടിനെ കുറച്ചു നേരം തിരഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടിയത്. ചെളിയിലായിരുന്നു. താഴെ പെൺകുട്ടി താഴെ നല്ല താഴെ ചളി കിടക്കായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഇതിന്റെ ആഴം വലിയ രീതിയിൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇവിടെ നല്ല ആഴമൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. നല്ല ആഴമുള്ളതാണ്. നേരത്തെ ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വലിയ കുളമായിട്ട് ചെറിയായിട്ടും കിടന്നിരുന്നതാണ്. പക്ഷെങ്കിൽ അത് നെൽകൃഷി നിർത്തിയപ്പോൾ അതും അവശേഷമായി കാട് പിടിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഇപ്പം ഇക്കൊല്ലമാണത് അവരൊന്ന് വൃത്തിയാക്കി എടുത്തത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് ഈ സംശയം തോന്നി നടത്തിയ തിരച്ചിലിൽ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഈ ചെളിയിലൊക്കെ തന്നെ പുതഞ്ഞ നിലയിലായിരുന്നു. പിന്നീടാണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ മൃതദേഹം നിലവിലുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം നടത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. പാലക്കാട് നിന്നും സമീർ ബിൻ കരീം, 24.